ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ശാസ്താവുകൾ എന്നൊരു സ്ഥലത്താണുള്ളത്. S&S എന്ന ട്രേഡിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഷിബുവിനെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഹായ് ഷിബു, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷങ്ങൾ. നമ്മുടെ ഈ S&S ട്രേഡിംഗ് കമ്പനി അല്ലേ, അത് നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ എന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറയാനുണ്ടോ? ഇത് തിരുവാങ്കുളത്തിനടുത്ത് മാമല ശാസ്താമുകൾ. മൂവാറ്റുപുഴ തിരുവാങ്കുളം റൂട്ടിലുള്ള. അത് തന്നെ, തിരുവാങ്കുളത്ത് മൂവാറ്റുപുഴ റൂട്ടിൽ ശാസ്താമുകൾ എന്ന് പറയുന്ന ജംഗ്ഷൻ അടുത്ത് വെണ്ണിക്കുളം റോഡിൽ. നമ്മുടെ കമ്പനിയുടെ പേര് S&S ട്രേഡിംഗ് കമ്പനി. ഓക്കെ. ഈ S&S എന്നുള്ളൊരു പേര് ഇടാനുള്ള കാരണം എന്താണ്? എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഷിബു. ഇപ്പോൾ നേരത്തെ ഞാനും വേറെ പാർട്ണറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും എസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ സ്പ്ലിറ്റ് ആയപ്പോൾ ഞങ്ങൾ ഈ രണ്ടുപേരും ബ്രാൻഡ് നെയിം ആയിരുന്നു അന്നേരത്തേക്ക്. പിന്നെ അത് രണ്ടുപേരും ചെറിയ പേരിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് S&S തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വർഷമായി നമ്മുടെ ഈ S&S സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 12 വർഷത്തോളമായി. ഓക്കെ. റൂഫിംഗ് ഷീറ്റും അതിൻ്റെ അനുബന്ധ സാമഗ്രികളും അങ്ങനെയുള്ളതാണ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? മെയിൻ പ്രോഡക്റ്റ് JSW, ജിൻഡാൾ തുടങ്ങിയ കമ്പനികളുടെ റൂഫിംഗ് ഷീറ്റാണ് മെയിൻ പ്രോഡക്റ്റ്. പിന്നെ തൂമാനം, മോപ്പ് അങ്ങനെ അതും ചെയ്യുന്നുണ്ട്. പിന്നെ ഗേറ്റിൽ വയ്ക്കുന്ന ഡിസൈൻ, CNC കട്ടിങ്, ലേസർ കട്ടിങ്, ഓക്കെ, അതാണ് മെയിനായിട്ട്. അതിലുള്ള മെഷീനറി, എല്ലാ രീതിയിലുള്ള മെഷീനറികളും നമ്മുടെ അടുത്തുണ്ട് അല്ലേ? എല്ലാ മെഷീനറികളും നമ്മുടെ അടുത്തുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഷീറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് അത് എന്താ ചെയ്യുക, അത് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക എന്നാണ്, അങ്ങനെയാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? അതിന് പ്രൊഫൈലിംഗ് മെഷീൻസ് ഉണ്ട്. ഫോമിംഗ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ JSW അല്ലെങ്കിൽ ജിൻഡാൾ തുടങ്ങിയ കമ്പനികളുടെ കോയിൽ നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ പ്രൊഫൈൽ ചെയ്തിട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള നീളത്തിൽ മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓഹോ, നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അല്ല അല്ലേ? അല്ലല്ല, നമുക്ക് അവരുടെ കസ്റ്റമേഴ്സിന് എന്താണ്, എത്ര അളവിലാണ് വേണ്ടത്, അതാണ് നമ്മൾ ആ മെഷർമെന്റിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതെ അല്ലേ? കസ്റ്റമർക്ക് ആവശ്യമുള്ള നീളത്തിലാണ് മുറിച്ച് കൊടുക്കുന്നത്. അതായത് കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് അല്ല. ഇപ്പോൾ ഇഞ്ച് സൈസിൽ വേണമെങ്കിൽ ഇഞ്ച് സൈസിലോ സെന്റിമീറ്റർ സൈസിലോ ഏത് നീളത്തിലാണോ വേണ്ടത് ആ നീളത്തിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. അപ്പം അവർക്ക് എന്താ പറയുക, കൂടുതൽ പൈസ നഷ്ടപ്പെടാതെ അവർക്ക് കാര്യങ്ങൾക്ക് ഒരു അല്ലേ? ഇപ്പം എല്ലാവരും അതാണ് നോക്കുന്നത് അല്ലേ? ഇപ്പം ഇവിടെ എത്ര ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇവിടെ നമുക്കുള്ളത്? റൂഫിംഗ് ഷീറ്റ് ഉണ്ട്, കൂടാതെ ലൈനർ ഷീറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റിഡ്ജസ്. അത് നമ്മൾ തന്നെ ഇവിടെ പ്രൊഡക്ഷനാണ്. ഏത് മെറ്റീരിയലിൻ്റെ ഷീറ്റാണ് എടുക്കുന്നത് അതേ മെറ്റീരിയലിൻ്റെ തന്നെ റിഡ്ജും കൊടുക്കുന്നു. റിഡ്ജ് എന്ന് പറഞ്ഞാൽ കമ്പത്ത്, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് CNC കട്ടിങ് ഉണ്ട്. വീടിൻ്റെ റൂഫിൽ ആവശ്യമായിട്ട് വരുന്ന മുഖപ്പ്, തൂമാനം, അതും കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഡിസൈനിലും സൈസിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമ്മളിപ്പോ പണ്ടത്തെ ഒരു ഓടിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അല്ലേ? അതെ, ടൈൽ ഷീറ്റ്. അപ്പൊ അതേപോലത്തെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതും ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ എത്ര വർഷമായി? 12 വർഷം അല്ലേ? 12 വർഷമായി. 12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ബിസിനസിന്റെ ഇപ്പോഴത്തെ കാലഘട്ടവും നമ്മൾ പഴയ ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ? ബിസിനസ് ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ. എല്ലാ ബിസിനസ്സിനും കോമ്പറ്റീഷൻ ഫീൽഡ് ഉണ്ട് അല്ലേ? അതെ. കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡ് ഇല്ല അല്ലേ? എങ്ങനെ പോകുന്ന ഈ കോമ്പറ്റീഷൻ ഫീൽഡ് നമ്മളെങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു? നമ്മളിപ്പോൾ ക്വാളിറ്റി മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പ്രശ്നമല്ല, നമുക്ക് ബിസിനസ് വന്നോളും. ഓക്കെ. നമ്മൾ JSW അല്ലെങ്കിൽ ജിൻഡാൾ ആ ബ്രാൻഡാണല്ലോ കൊടുക്കുന്നത്. അതെ, നമ്മൾ ആ ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്. അതെ, ക്വാളിറ്റിയാണ് ഒരു പ്രത്യേകത. അതെ, കസ്റ്റമർക്ക് നമ്മളുടെ പ്ലാന്റിൽ വന്ന് കയറി കോയിൽ കണ്ട്, കോയിലിൻ്റെ അടിയിൽ ക്വാളിറ്റിയും പ്രിൻറ്റിങ്ങും എല്ലാം കണ്ട് വിശ്വാസമായതിനു ശേഷം മാത്രം നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നുള്ളൂ. കസ്റ്റമേഴ്സിന് വന്നിട്ട് നേരിട്ട് അവർക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാം. അതെ, നമ്മുടെ പ്ലാന്റിൽ എവിടെ വേണമെങ്കിലും അവർക്ക് കയറി മെറ്റീരിയൽ കാണാം, റോ മെറ്റീരിയൽ തന്നെ കാണാം. അതിനുശേഷം അവർ കണ്ട് ഉറപ്പായതിനു ശേഷം അവർ ഓക്കെ ആണെങ്കിൽ ഓർഡർ തരുന്നു, നമ്മൾ അവർക്ക് ഷീറ്റ് അടിച്ചു കൊടുക്കുന്നു. അതനുസരിച്ചിട്ടുള്ള സംഗതി നമ്മൾ ഡെലിവറി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഡെലിവറി നമ്മൾ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഷിബു, ഇപ്പോൾ ഈ 12 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നല്ലേ, എന്തായിരുന്നു ഷിബുവിൻ്റെ ആദ്യത്തെ പഠിത്തം കഴിഞ്ഞിട്ട് എന്തായിരുന്നു ശരിക്കും? ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണ്. അതിനുശേഷം പല ഫീൽഡിൽ വർക്ക് ചെയ്തു. പിന്നെ സ്റ്റീൽ ഫീൽഡിലേക്ക് ഏറ്റവും അവസാനമാണ് വന്നത്. പിന്നെ അതിനുശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ അങ്ങ് പോയി.
അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? സ്റ്റീൽ ഫീൽഡ് നമ്മൾ മെക്കാനിക്കൽ പഠിക്കുമ്പോൾ ഷീറ്റ് മെറ്റലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് എല്ലാ ട്രേഡും ഉണ്ട്, കാർപ്പൻട്രി മുതൽ ഫൗണ്ടറി എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ സബ്ജക്റ്റ് ഷീറ്റ് മെറ്റലായിരുന്നു. അതുകൊണ്ട് ആ ഫീൽഡിലേക്ക് മാറി. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? മെയിൻ ക്വാളിറ്റി സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം. എളുപ്പം കാശുണ്ടാക്കാൻ നോക്കിയാൽ നടക്കില്ല. നടക്കും, പക്ഷേ അത് ശാശ്വതമായിരിക്കില്ല. നമ്മുടേന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി കസ്റ്റമറിന് അഷ്വർ ചെയ്യുന്നു. അതാണ് നമ്മളുടെ മെയിൻ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? അതെ. സ്റ്റാഫ് ഇല്ലെങ്കിൽ നമ്മളില്ല അല്ലേ? അതെ. എത്രത്തോളമാണ് സ്റ്റാഫിൻ്റെ സപ്പോർട്ട്? സ്റ്റാഫിനോട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാറ്. അവരെ പോലെ തന്നെ അവരൊപ്പം നിന്ന് വർക്ക് ചെയ്യും. തിരക്കുള്ളപ്പോൾ ഈ ക്യാബിൽ ഞാൻ ഇരിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ കൂടുതൽ സമയം അവരുടെ ഒപ്പമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഷിബു നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു തൊഴിലാളി മുതലാളി എന്നുള്ളൊരു ബന്ധത്തിലല്ല ഈ കമ്പനി പോകുന്നത്. അല്ല അല്ലേ? ഒത്തിരി സ്റ്റാഫുകളുണ്ട്, പക്ഷെ എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ കമ്പനി പോകുന്നത് അല്ലേ? അതെ അതെ. അതിന്റെ വിജയം നമുക്ക് എന്താ പറയാ, ഓരോ വർഷം തോറും അതിന്റെ ഗ്രോത്ത് ഉണ്ടാകാണ്ട് താഴത്തേക്കല്ല പോകുന്നത് അല്ലേ? അതെ, ഓരോ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. അതെ. അവരുടെ അടുത്ത് ഇപ്പൊ ഇത്തരം വർഷം ഈ 12 വർഷം പണിയെടുത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ അടുത്തുള്ളത്. അതെ അല്ലേ? അതെ അതെ. അത് ഷിബുവിൻ്റെ ആ ഒരു എന്താ പറയുക സംസാരത്തിൽ കൂടി തന്നെ മനസ്സിലാക്കാം. നമ്മുടെ ഷിബു എങ്ങനെയാണ് കസ്റ്റമറോട് എങ്ങനെയാണ് പെരുമാറേണ്ട രീതികൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റാഫിനടുത്തും നമ്മൾ അവർക്ക് കോച്ചിങ് കൊടുത്തേക്കുന്നതാണ് അല്ലേ? അതെ. ഇതിനകത്ത് സെയിലാണെങ്കിലും പർച്ചേസ് ചെയ്യുന്നതും ഷിബു തന്നെയാണ്. അതെ അല്ലേ? അതെ. ഈ 12 വർഷത്തെ ഒരു ബിസിനസ് വെച്ച് നോക്കുമ്പോൾ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം? കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം എന്ന് ഞാൻ അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. സാറ്റിസ്ഫാക്ഷൻ ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പോയി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം എടുത്തവരും അവരുടെ വീടിനടുത്തുള്ളവരെയും അവരുടെ ഫ്രണ്ട്സിനെയും കൂടി പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമറിന്, ഇപ്പം ഞാനൊരു കസ്റ്റമറാണ്. അതെ. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മെറ്റീരിയലിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. റൂഫ് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിനായിരിക്കുമല്ലോ. അതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് അതിന് കൊടുക്കേണ്ട, ഒരു കസ്റ്റമറിന് വേണ്ട അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരു നിർദ്ദേശം എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്ക് കൂടുതലും എക്സാമ്പിൾ 0.35 mm തിക്നെസ് ഷീറ്റ് ചോദിച്ചായിരിക്കും വരിക. അപ്പോൾ ഇവിടെ അത് തന്നെ 2 ക്വാളിറ്റി ഉണ്ട്. തിക്നെസ് സെയിം, പക്ഷേ 2 ക്വാളിറ്റി. അപ്പോൾ കസ്റ്റമർക്ക് അത് എന്താ സംഭവം മനസ്സിലാകില്ല. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, ഇതിനകത്തുള്ള അലൂമിനിയം സിങ്ക് കോട്ടിങ്ങിനാണ് ഈ വ്യത്യാസം. ചില ബ്രാൻഡ് മെറ്റീരിയലുകൾക്ക് 70 GSM ഉണ്ടാവുള്ളൂ കോട്ടിങ്. അത് 70 GSM എന്ന് പറഞ്ഞാൽ 70 gram/square meter. അതേസമയം നമ്മുടെ അടുത്ത് വില കൂടിയുണ്ട്, അത് 150 gram GSM ആയിരിക്കും. അപ്പം അതിൻ്റെ ആ കോട്ടിങ്ങിലെ വ്യത്യാസത്തിലാണ് ഇത് ലാസ്റ്റിങ്ങും. അപ്പം അതനുസരിച്ച് റേറ്റിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. സെയിം തിക്നെസ് ആയിരിക്കും, പക്ഷേ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർക്ക് മീഡിയം ക്വാളിറ്റി മതിയെങ്കിൽ അത് കൊടുക്കുന്നു. അല്ല നല്ല ഹൈ ക്വാളിറ്റി വേണമെന്ന് പറയുന്നതിൽ നമ്മൾ കൂടിയ GSM ഉള്ള ഷീറ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് അതിനകത്ത് തന്നെ കമ്പനി പ്രിൻറ്റും ഉണ്ടാവും, കാര്യങ്ങളും ഉണ്ടാവും. അത് മാച്ചാലൊന്നും മായവുമില്ല. കമ്പനി പ്രിന്റ് അങ്ങനെയായിരിക്കും. അത് ഓൾറെഡി അത് പഞ്ചിങ് ആണ് ശരിക്കും. കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ പ്രിന്റ് ആയിട്ടാണ്. ക്വാളിറ്റി നോക്കുന്നവർക്കാണ് കൂടുതൽ നിൽക്കാൻ പറ്റുള്ളൂ. അതെ. അല്ലാത്തവർക്ക് കുറഞ്ഞ ആളുകളോട് കുറച്ച് കാശ് ഉണ്ടാക്കി പെട്ടെന്ന് പോകാം. അതെ. ഇപ്പോൾ 12 വർഷമായിട്ടും ഷിബു ഈ ഒരു ബിസിനസ്സിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നതും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം, നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെ. പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും അത് നമ്മൾ തുച്ഛമായ ലാഭം. അതെ, ഇതിൽ വലിയ ലാഭമില്ല. അതെ പറഞ്ഞത്. അപ്പോൾ കോമ്പറ്റീഷൻ ഫീൽഡാണ്. അതെ. അപ്പൊ തുച്ഛമായ ലാഭം നമ്മുടെ വോളിയം അത് ഉണ്ടാക്കുക എന്നാണ്. അതാണ് മെയിനായിട്ട്. റീസണബിൾ റേറ്റിന് കൂടുതൽ വോളിയം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതെ. ഇവിടുത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ S&Sലെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കസ്റ്റമറിന് എന്ത് സൈസാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ആ സമയത്ത് പ്രൊഡക്ഷൻ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സാധനം എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുകയല്ല. അതെ. കസ്റ്റമർക്ക് വേണ്ടത് പ്രൊഡക്ഷൻ എടുത്ത് കൊടുക്കും. അത് തന്നെയാണ് S&Sന്റെ ഒരു പ്രത്യേകത. അതെ. ഈ കാണുന്ന പ്രേക്ഷകര് നമ്മൾ താഴത്തെ കാണുന്ന നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, നമ്മൾ റൂഫാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ഇത് ഈ ഷീറ്റ് സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യമുണ്ടെങ്കിലും താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
ഷിബു അതിനുള്ള എന്താ പറയാ ഷീറ്റിനെ പറ്റിയും അതെ ഇതിനെ പറ്റി ആർക്കും സംശയം ചോദിക്കാം, അതെ പറഞ്ഞു തരുന്ന ഏത് സമയത്ത് വേണമെങ്കിലും അല്ലെ, ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ വർക്കിംഗ് ടൈം എപ്പോഴാണ്? 9 to 6 ആണ് നോർമൽ വർക്കിംഗ് ടൈം, സൺഡേ ഹോളിഡേ. ഫ്യൂച്ചർ പ്ലാൻ എന്താ? കൂടുതൽ മാർക്കറ്റിൽ വരുന്ന പ്രോഡക്റ്റുകൾ കൂടുതൽ എന്താ ട്രെൻഡ് അനുസരിച്ച് ആഡ് ചെയ്ത് പോകുന്നു നമ്മൾ. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഓരോരോ കാലഘട്ടം കഴിയുമ്പോഴും പുതിയ പുതിയ ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അപ്പം അതനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കണം. അതെ, നേരത്തെ പണ്ട് ഓർഡർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പം അതിനുശേഷം കോർഗേറ്റഡ് ഷീറ്റ് വന്നു, അതിനുശേഷം ഇപ്പോൾ പറയുന്ന ട്രഫോർഡ് ഷീറ്റ് വന്നു, പിന്നെ നമ്മൾ സൈഡ് എല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടി ക്ലാഡിംഗ് ഷീറ്റ് അഥവാ ലൈനർ ഷീറ്റ് അത് വന്നു, പിന്നെ ഓർഡിനറി ഷേപ്പിലുള്ള ടൈൽ ഷീറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. എന്നാൽ ഇപ്പോഴും മെയിനായിട്ട് പോകുന്നത് ട്രഫോർഡ് ഷീറ്റാണ്, ലൈനർ ഷീറ്റും പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പറയാനുള്ളത് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഫാമിലിയിലേക്ക് പോവാം. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലി ഇതിനകത്തേയും ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുപോലെ ഇവിടുത്തെ പ്രശ്നം ഞാൻ ഫാമിലിയിലും കൊണ്ട് കാണിക്കുന്നില്ല. ഓക്കെ ഓക്കെ. ഇവിടുത്തെ പ്രശ്നം ഇവിടെ തീർന്നു, ഫാമിലി വേറെ പോകുന്നു. അതത്രേ ഉള്ളൂ. അത് ഇത് രണ്ടും കൂടി എന്താ പറയാ, ക്ലബ് ചെയ്യുന്നില്ല. ആരൊക്കെയുണ്ട് വീട്ടില്? വൈഫ്, 2 മക്കളുണ്ട്. എന്ത് ചെയ്യുന്നു? ഒരാൾ MCA പഠിക്കുന്നു, ഒരാൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ സന്തോഷ ജീവിതം, എന്താ പറയുക, ബിസിനസ്സും ഫാമിലിയായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു. നിർത്തുന്നു. നന്ദി. ഓക്കെ.